ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻമുട്ട വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷ് ആയിട്ടാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മത്തിയുടെ മുട്ടയാണ് കേട്ടോ. അപ്പം ഇനി ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറച്ച് ഉപ്പേ ഇട്ട് കൊടുക്കണ്ട, ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് അങ്ങനെ പിടിക്കുകയൊന്നും ചെയ്യില്ല, അതിൽ മഞ്ഞപ്പൊടികളൊന്നും ഈ മുട്ടയിൽ അധികം പിടിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത മീനിൻ്റെ മുട്ടയില്ലേ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ആക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഈ മീൻ മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വേണ്ട കേട്ടോ. ഒരുപാട് അങ്ങ് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കുക്കായാൽ മാത്രം മതി കേട്ടോ. അപ്പം ഇതിങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിങ്ങനെ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ കട്ട് ചെയ്ത് കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീൻ മുട്ട ഉണ്ടല്ലോ, ആദ്യം തന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ എല്ലാം 4 വാരിയായിട്ട് വെള്ളം പോലെ എല്ലാം ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അന്നേരം തന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ടായി കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് കുത്തിയതാണ്. അതും പിന്നെ ഒരു ചെറിയ ഉള്ളി അതും കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി മുറിക്കുമ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് തിക്കായിട്ട് മുറിക്കാം, തിന്നായിട്ട് മുറിക്കരുത്. അപ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് തിക്കായിട്ട് വേണം മുറിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് വല്ലാണ്ട് അങ്ങ് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഉള്ളി ഒരുപാട് അങ്ങ് കുക്കാവേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് രണ്ടും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി, ചെറുങ്ങനെ ഒന്ന് കുക്കായി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് അടുക്കി പിടിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം. നമ്മൾ മീൻമുട്ടേൻ്റെ ആ മഞ്ഞൾപ്പൊടി അതെല്ലാം ചിലപ്പം അടിയിൽ പിടിക്കും. അപ്പം നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. ഉപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ച്, നമ്മുടെ മുട്ടയ്ക്ക് ഉപ്പിട്ട് കൊടുത്തതുകൊണ്ട് ഉള്ളിക്ക് ഉപ്പുണ്ടാവുമെന്ന് വിചാരിച്ച്, അപ്പം ഉപ്പ് ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉള്ളി ജസ്റ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ച ടേസ്റ്റെല്ലാം ഒന്ന് മാറുന്നവരെ, പച്ചമണമെല്ലാം ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. തേങ്ങ ഞാനൊരു നുള്ള തേങ്ങ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വറവിനെല്ലാം ഇട്ട് കൊടുക്കുന്നില്ലേ, തോരനെല്ലാം ആക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നില്ലേ, അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട, തീരെ കുറഞ്ഞു പോകാനും പാടില്ല. അപ്പം അത് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതിയാവാത്തതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഇട്ടിട്ട് തേങ്ങ ഇങ്ങനെ കാണണം, നമ്മളിങ്ങനെ ആ ഒരു ഇതിലേക്ക് നമ്മളിങ്ങനെ തേങ്ങ ഇങ്ങനെ കാണണം. അപ്പോൾ ആ ഒരു ഇതിക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ മീൻമുട്ട വെച്ചിട്ടുള്ള അടിപൊളി സൈഡ് ഡിഷ് ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കറീൻ്റെ ആവശ്യമൊന്നുമില്ല, അത്രക്കും നല്ല ടേസ്റ്റാണ്. ഈ ഒറ്റ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ചോറ് തിന്നാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഉമ്മ പണ്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ്, നല്ല ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഉമ്മ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും.